ഫ്ലാഷ് ബാക്ക്. ഇത് 2.5 ലക്ഷം രൂപ 2 ചെക്കുകളാണ്. എന്തിനാന്നല്ല, ഞങ്ങളുടെ ടേംസിൽ ഞങ്ങൾ പറയുന്ന ഒരു ഫൈറ്റ് നീ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്പോട്ടിൽ 2.5 ലക്ഷം രൂപ കിട്ടും. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിൾ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ അവൻ ചാടി വീഴും. ഞങ്ങളുടെ ഫൈറ്ററിനായിട്ട് 3 റൗണ്ട് നീ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഉടനെ നിനക്ക് അടുത്ത് കിട്ടും. അതായത് 5 ലക്ഷം രൂപയാണ് ഞങ്ങൾ ഈ ഫൈറ്റിന് നിനക്ക് വേണ്ടി തരുന്നത്. ധൈര്യമുണ്ടേ കേരടാ, ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. അപ്പൊ ചലഞ്ച് അക്സെപ്റ്റഡ്. ഇപ്പൊ 2.5 ലക്ഷം രൂപ കിട്ടണം. എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നീ ഒരു കാര്യം ചെയ്യ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്ക്. അടിച്ച് പൊളിച്ചൊരു ഷോപ്പിംഗ്. പിന്നെ വിക്രമാദിത്യന്റെ കിരീടം ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞൊരു ഉഗ്രൻ സദ്യ. വേഗം പൈസ ചെലവാക്കാനായിട്ട് കൈ ചൊറിയുന്നടി. ഇതാണ് നമ്മളെ മണവാളിനായിട്ട് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യുന്ന ആള്. നിനക്കെന്നെ പേടിയില്ലടാ? നിനക്ക് ഞങ്ങൾ ആരെയും പേടിയില്ലേ? ജയിക്കോല്ല ജയിക്കോ മുടിയാതെ. നീ പേടിക്കും. കോളേജിൽ സ്നേഹിതനെ കണ്ട പേടിക്കാത്ത ഒരുത്തനുമില്ല. വിളിക്കടാ സ്നേഹിതൻ. ഇടിക്ക് സ്നേഹിതനാ, ഇടിച്ച് പൊളിച്ചവനെ അങ്ങോട്ട്. എടാ ഷാജി, നിന്റെ ചീപ്പ് ഷൈനിങ്ങിന് നീ എന്നെ കുരുതി കൊടുത്തില്ലടാ. നല്ലൊരു ഫൈറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഒപ്പോണന്റ് ആയിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുവാൻ ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? തലക്കടിച്ചൊന്നും പറയില്ലടാ. എന്റെ തലോട്ടിക്ക് മുട്ടത്തോടിന്റെ കനേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഹായ്, എന്തായാലും മരണം ഉറപ്പായി. വാസു, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ഗുസ്തിയുടെ ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരികയുള്ളൂ. അപ്പൊ പിന്നെ ഫസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം. സമയമില്ല. എല്ലാം ഞാൻ വിശദമായി തിരിച്ചു എന്ന് പറയാം. പിന്നെ കാണാം.